എവരിബഡി, ഞാനിന്ന് ഒരു വനത്തിനുള്ളിലാണ് നിൽക്കുന്നത്. ഇവിടെ വലിയൊരു പാറയുണ്ട്. ആ പാറയുടെ അടിയിലൊരു ഗുഹയുമുണ്ട്. ആ ഗുഹയിൽ പണ്ട് കടുവയും വന്യമൃഗങ്ങളൊക്കെ വന്നിരുന്നു എന്നാണ് പറയണത്. ഇപ്പോഴും രാത്രി കാലങ്ങളിലൊക്കെ കാണുമായിരിക്കാം. അപ്പോൾ അങ്ങനെ വലിയൊരു ഗുഹയാണ്. നമുക്കൊരു 5-8 പേർക്ക് സുഖമായിട്ട് അതിനകത്ത് ഇരിക്കാനും കിടക്കാനും ഒക്കെ ഉള്ള സൗകര്യമുള്ള ഒരു ഗുഹയാണ്. വലിയൊരു കാട്ടിനകത്താണ്. വലിയൊരു പാറയുടെ വിസ്തൃതമായ ഒരു പാറയുടെ അടിയിലുള്ള ഒരു ഗുഹയാണ്. മുനിയറ എന്നും ഒക്കെ പറയും. ഇവിടെ ആളുകൾ അള്ളപ്പാറ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാറയുടെ മുനിയറയുടെയും ദൃശ്യത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കാട്ടിനകത്തൂടെ മുനിയറ തേടിയുള്ള യാത്രയാണ്. അതുകൊണ്ട് അള്ളപ്പാറ എന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് കടുവകളൊക്കെ വന്ന് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് അള്ളുപാറ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മുടെ നാട്ടുപ്രദേശത്തേക്ക് ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് ഫെൻസിങ്ങുകളാണിത് കംപ്ലീറ്റ്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ഗുഹ ഉണ്ട് എന്നറിഞ്ഞ് അതൊന്ന് കാണാനും നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാനുമായിട്ടുള്ള അതിസാഹസം നിറഞ്ഞ ഒരു യാത്രയാണ്. മൊത്തം കാട്ടാനയുടെ മണമൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ അവിടെ ചെല്ലട്ടെ. കുറേ ദൂരം നടന്നു. ഇപ്പോൾ ഒരു 1/2 കിലോമീറ്ററോളം കാട്ടിനകത്തൂടെ നടന്നു. അതൊക്കെ ഉണ്ട്. അവിടെ കാണുന്നതൊക്കെ വലിയ പാറയാണ്. വലിയ മല പോലത്തെ ആ പാറയാണ്. അത് ആ കാണുന്നില്ലതേ. അതിങ്ങനെ മുകളിലോട്ട് ഉണ്ടോ, മേളിലേക്ക് കിടക്കുന്ന പാറയാണ്. വലിയ പാറയാണ്. അപ്പോൾ അതിൻ്റെ ഏതോ ഭാഗത്താണ് ഇതെന്നാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ടൊന്ന് പോകാം. നമുക്ക് പറ്റാവുന്ന ഗുഹ മുനിയറ ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. പണ്ടൊക്കെ മുനിയറ എന്നാണ് പറയണത്. മുനിമാരൊക്കെ പണ്ട് കാലത്ത് വന്ന് തപസ് ചെയ്തിട്ടുള്ള സ്ഥലമാണോന്നും അറിയാൻ മേല. നല്ല മൃഗങ്ങളുടെ സഞ്ചാരമൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും അവിടെ ചെല്ലട്ടെ. അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. കാലപ്പഴക്കം കണക്ക് കൂട്ടാൻ കഴിയാത്ത പ്രകൃതിദത്തമായ ഗുഹകളിലൊന്നാണ് ഇത്. ബുദ്ധസന്യാസിമാർ നിർവ്വാണമടഞ്ഞ ഗുഹകളായിരിക്കണം ഇവയിൽ പലതുമെന്ന് അഭിപ്രായമുണ്ട്. BC 2-3 നൂറ്റാണ്ടുകളിലായിരിക്കണം ഇവയുടെ കാലമെന്ന് കരുതുന്നു. ദക്ഷിണേന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ള ഇത്തരം പല ഗുഹകളും ബൗദ്ധ ജൈന സന്യാസിമാരുടെ വാസസ്ഥലങ്ങളായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ സ്ഥാപിച്ചിട്ടുണ്ട്. സാധാരണ മുനിയറ എന്നാൽ അറിയപ്പെടുന്നത് ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും കണ്ടുവരുന്ന, പ്രത്യേകിച്ച് കേരളത്തിലെ തൃശ്ശൂർ, കോഴിക്കോട്, മറയൂർ എന്നിവിടങ്ങളിലെല്ലാം കാണുന്ന രീതിയിലുള്ള 4 കരിങ്കൽപ്പാളികൾ ചതുരാകൃതിയിൽ വെച്ച് അതിന് മേൽക്കൂരയായി മറ്റൊരു കരിങ്കൽപ്പാളി വെച്ചിട്ടുള്ള രീതിയിലുള്ളതാണ്. ഇവയിൽ പലതും പ്രാചീന കാലത്ത് ശവക്കല്ലറകളായി ഉപയോഗിച്ചിരുന്നതാണ്. എന്നാൽ മഹാശിലായുഗ കാലത്തും അതിനുശേഷവും സന്യാസിമാർ ധ്യാനനിരതരായിരുന്നതും സമാധിയായിരുന്നതും പ്രകൃതിദത്തമായ ഗുഹകളിലായിരുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. തെന്നിന്ത്യയിൽ കണ്ടുവരുന്ന മുനിയറ അഥവാ മുനിയട, കുളക്കല്ല് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നത് മനുഷ്യനിർമ്മിതവും ശവക്കല്ലറയ്ക്കായി ഉപയോഗിച്ചിരുന്നതും ആയിരുന്നു, അതിനു വേണ്ടിയുള്ളതായിരുന്നു. എന്നാൽ ഇവിടെ നാം കാണുന്ന രീതിയിലുള്ള പ്രകൃത്യാലുള്ള ഗുഹകളിലായിരുന്നു പണ്ട് മുനിമാർ വസിച്ചിരുന്നതും പിന്നീട് സമാധിയായിട്ടുള്ളതും. എന്നതുകൊണ്ട് തന്നെ ഇത്തരം ഗുഹകളാണ് യഥാർത്ഥത്തിൽ മുനിയറകൾ. ഇന്ന് നിലവിലുള്ള മനുഷ്യനിർമ്മിതമായ മുനിയറകളിൽ പലതും പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ കീഴിലുള്ള സംരക്ഷിത സ്മാരകങ്ങളാണ്.